അയ്യോ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അയ്യോ എന്നും ഓരോ സാധനങ്ങൾ മറക്കും. അപ്പം ഷൂ ഉണ്ട്, യൂണിഫോം എല്ലാം തേച്ച്, നെയിം ബോർഡ്, തൊപ്പി. ഫോണെവിടെ? ഫോണ് ഫോണെവിടെ അടി? ഇതാ ഇവിടെ കിടന്ന. അയ്യോ ഇതെവിടെ കിടന്ന അടിക്കുന്നത്? അയ്യോ തലവെരുക്കുന്നല്ലേ? അയ്യോ തലച്ചോറിനകത്ത് കാണാൻ പോണ്ടിരിക്കണ. ആ തൊപ്പിക്കാത്തിരിക്കണ്. ഈ ഫോണിത് ഇപ്പൊ ഇവിടെ വന്ന് എങ്ങനെ കയറി? അയ്യോ എസ് ഐ സാർ, എസ് ഐ സാർ. ഹലോ സാർ. ഹലോ, താൻ എവിടെ പോയി കിടക്കാണോ? സാർ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി സാർ. എടാ പിടികിട്ടാ പുള്ളി റെയിൽവേ ട്രാക്കിന്റെ സൈഡിലുള്ള കുറ്റിക്കാട്ട് ഒളിച്ചിരിപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് സ്റ്റേഷനിൽ വരണം. സാർ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ പിടിച്ചോളാം സാർ. 27 മണിക്കൂറാ? മണ്ണാൻ കട്ട. 1/2 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷൻ എത്തണം, മനസ്സിലായല്ലോ? അരമണിക്കൂർ. ഓക്കെ സാർ, ഞാൻ ഇറങ്ങി സാർ. ഓക്കെ, ഞാൻ ഇറങ്ങി. ദൈവം തമ്പുരാനെ, ഓരോരോ തലപ്പിരാന്തികളെ. അയ്യോ സഹിക്കാൻ പറ്റണില്ലേ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്നാമത് എസ് ഐ സാറ് വിളിച്ച് തലപ്പിരാന്ത് എടുത്തിരിക്കുകയാണ് ഞാൻ. നിനക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നത് നീ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞു. അയ്യടാ നിങ്ങളിപ്പോ അങ്ങനെ സൂഹിക്കണ്ട. എന്റെ ഈ കയ്യില് മോതിരം കുടുങ്ങിട്ട് എത്ര ദിവസം എനിക്ക് വേദന എടുക്കണെന്ന്. കുടുങ്ങിയ ആ മോതിരം കുടുങ്ങിയ എടി നിനക്ക് അങ്ങനെ തന്നെ വേണോടി. ആദ്യ രാത്രി ഞാൻ ഒരു മോതിരം കൊണ്ടുവന്നപ്പോ അവള് പറയാ ചേട്ടൻ കൊണ്ടുവന്ന മോതിരം കൊള്ളത്തില്ല, അതിനേക്കാൾ നല്ല മോതിരമാണ് ഈ മോതിരം. ഈ മോതിരത്തിന് പിന്നെ ഒരു കഥയുണ്ട്. കഥ ചോദിച്ചപ്പോ പിന്നെ പണയാം. ആ നിനക്ക് അത് തന്നെ വേണോടി, നിനക്കത് വേണം. നിങ്ങളോട് ഞാൻ ഈ മോതിരത്തിന്റെ കേസ് അന്വേഷിക്കാനല്ല പറഞ്ഞത്. ഇത് ഊരാൻ വല്ല വഴിയുണ്ട് പറ. ഇവിടെ സത്യം പറഞ്ഞാൽ ശിക്കാരി ചമ്പന്റെ കൂട്ടും ഓരോ ദിവസം ഓരോരോ ആപത്തുമായിട്ട് എനിക്ക് ഡ്യൂട്ടിക്കും പോണോ. ഇത് എനിക്ക് വേദന എടുക്കണെന്ന്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. അയ്യോ പോലീസിന്റെ ഡ്രസ്സോട് വീട്ടിൽ കയറി മോട്ടിക്കാണ് മാറി. അയ്യോ സാറായിരുന്ന വേലി തന്നെ വിളവ് തിന്നുന്ന. ഞാൻ തിന്നും ചിലപ്പോ തിന്നാതിരിക്കും. നീ ആളാ എന്നാ അറിഞ്ഞൂടി, ഞാൻ അയൽവാസി വളഞ്ഞ വഴി വേലായുധൻ. നീ വളഞ്ഞ വഴി വേലായുധനല്ല, വലിഞ്ഞു കയറി വന്ന വേലായുധൻ. ഓഹോ സാറേ, സാർ ഒന്നും ഒരു പോലീസുകാരല്ലേ? ഇങ്ങനെ ഇട്ട് മേഡത്തിന് ഇങ്ങനെ ഉപദ്രവിക്കാമോ? നീ കേട്ടടാ എന്റെ ഭാര്യ ഉപദ്രവിക്കുന്നത്. നീ കേട്ടടാ? കേട്ടില്ലേ? അത് ഉപദ്രവിച്ചൊന്നുമല്ല. അവിടെ കയ്യിൽ ഒരു മോതിരം കുടുങ്ങി, അത് ഊരാൻ പെട്ട പാട്. അത്രേ ഉള്ളൂ. അങ്ങോട്ട് പറയില്ലേ, ഞാൻ ഒരു കൈ നോക്കട്ടെ. പറയില്ല, നീ വലിഞ്ഞു കയറി അങ്ങനെ ഊരണ്ട. എന്തെങ്കിലും ഐഡിയ ഉണ്ടെ പറ. ഐഡിയ സാറേ, ഒരു കാര്യം ചെയ്താൽ മതി, സോപ്പിട്ടാ മതി. ഇവളെ ഞാനാ എടാ അവിടെ ചെലവിലല്ല ഞാൻ കഴിയുന്നത്. ഞാൻ ചെലവിന് കൊടുത്താണ് അവള് കഴിയുന്നത്. അറിയാൻ മനസ്സിലായോ? പൊന്ന് സാർ അതല്ല, കുളിക്കുന്ന സോപ്പില്ലേ അത് പതപ്പിച്ചിട്ട് വിരലിട്ടാ മതി. അയ്യോ അതൊക്കെ ഞാൻ ചെയ്തു നോക്കി, ഊരാൻ പറ്റണില്ല. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ ഹോസ്പിറ്റലിൽ വേണ്ട, എനിക്ക് പേടിയാണ്. അയ്യോ ഹോസ്പിറ്റലിൽ പോയാൽ കുഴപ്പമില്ല. അവരാണെങ്കിൽ ഈ കൈയെടുത്ത് മൃദുലമായ പഞ്ഞിയുടെ പുറത്ത് വെക്കും. എന്നിട്ട് ഒരു കത്രിക ഒരു കത്തിയായിട്ട് കൊണ്ടുവരും. നേരെ കത്തിയെടുത്ത് ഈ വിരൽ അങ്ങ് കട്ട് ചെയ്യും. മോതിരം ഊരിങ്ങെടുക്കും. എന്റെ മുത്തിന് വല്ല പറ്റിയോണ്ടല്ലേ? മുട്ടിന് വല്ല പറ്റിയാലേ ഹോസ്പിറ്റലിൽ ചികിത്സിക്കും. എന്റെ മുട്ടിലല്ലടാ, എന്റെ മുത്ത് എന്റെ ഭാര്യക്ക് വല്ല സംഭവിച്ചോണ്ടാന്ന്. നീ വേറെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞേ. വേറെ ഐഡിയന് ഒരു ഐഡിയ ഉള്ളൂ. നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചു പറയാം. ഫയർഫോഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ബ്രില്യന്റ് ആയിട്ട് മോതിരം ഇളക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടോ? അവര് വന്നു കഴിഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഊരിയെടുക്കും. അനിയാ ഇലയ്ക്കും മുള്ളിനും കേട് വന്നോട്ടെ, പക്ഷെ എന്റെ ഭാര്യക്ക് കേടൊന്നും വരരുത്. ഫയർഫോഴ്സിനെ വിളിക്കാം. കരയല്ലേ മുത്ത, ഞാൻ വിളിക്കാം. ഫയർഫോഴ്സിന്റെ നമ്പർ എത്ര? 108 വിളിച്ച് ചോദിക്കും. അവരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന്റെ കിട്ടിയാലേ. അതെ, ഞാനൊന്ന് സോപ്പിട്ട് നോക്കട്ടെ. നിന്നെ കുളിപ്പിച്ച് കിടത്തട്ടെ? എനിക്ക് കുളിക്കണ ഇഷ്ടമില്ല. അയ്യോ പിടിച്ചു കഴിഞ്ഞാൽ വേദനിക്കൂല, അതുകൊണ്ട് പിടിക്കണ്ടെന്ന് വിരലി പിടിച്ച് വലിക്കണ്ട. ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ട്, മോതിരം വരാൻ വേണ്ടി വരുന്നുണ്ട്. അയ്യോ താണ്ടേ എസ് ഐ സാറ് വിളിക്കുന്നത്. ഇങ്ങാർക്ക് എന്തിന്റെ ഭ്രാന്താണ് ഇത്? എസ് ഐ സാറ് വിളിക്കുന്നത്, ഇവിടെ മോതിരം കുടിക്കും, തലഭ്രാന്ത് എടുക്കരുത് സാർ. ഞാൻ റെയിൽവേ ട്രാക്കിൽ എത്തി സാർ. അയ്യോ ഞാനിപ്പോ സാറേ ഈ റെയിൽവേ ട്രാക്ക് അല്ലേ, അപ്പൊ അവിടെ ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു പെൺകൊച്ചു വന്നിരുന്നു. ഒരു തെങ്കര് പിടിച്ചു സാർ. അവൻ അങ്ങനെ പിടിച്ചു തൂക്കണ്ട, ഞാൻ രക്ഷിച്ചോളാം സാർ. വേണാട് എക്സ്പ്രസ് ഇപ്പൊ വരും. മറ്റേ പിടികിട്ടാപ്പോൾ അയൽക്കാർ രക്ഷപ്പെടുന്നതിന് മുമ്പ് നീ അവരെ പിടിച്ചെടുക്കണം. വേണാട് നോക്ക് സാറേ. വേണാട് വരുന്നു സാർ, വേണാട് വരുന്നു സാർ. വേണാട് ആണാട്. ഹലോ സാർ, സാറേ വേണാട് വന്നോണ്ടിരിക്കാണ് സാർ. സാറ് വേണാട് എക്സ്പ്രസ് വന്നു സാർ. यात्रियों का श्रद्धा के लिए गाड़ी नंबर 3 4 5 6 6 6. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലടാ. അല്ല. അയ്യോ
ഡ്രം സെറ്റ് ആണോ അതോ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്? അല്ല സാറേ, ഈ ട്രെയിനകത്ത് ശിവമണി ഒരു തമിഴ്നാട്ടിൽ ഒരു പരിപാടിക്ക് കൊണ്ട് പോകുന്നുണ്ട് സാർ. ഞാൻ പുള്ളിക്കാരൻ ട്രെയിനിൽ നിന്ന് വായിക്കുകയാണെങ്കിലോ. ട്രെയിനിന്റെ പുറത്താണോ അതോ ട്രെയിനിന്റെ അകത്താണ്? സാറേ, ഞാൻ ട്രെയിനകത്തൂടെ കയറി അപ്പുറത്ത് ഇറങ്ങി സാർ. കുറ്റിക്കാട്ടിലെത്തിയാ? എത്തി സാർ. ഒന്നും നോക്കണ്ട, അവനെ പിടിച്ച് 5 മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിൽ എത്തിക്കണം. മനസ്സിലായല്ലോ? എത്തിക്കാം സാർ, എത്തിക്കാം. അയ്യോ ചേട്ടാ, ഒന്ന് ഫയർഫോഴ്സിനെ വിളിക്ക് ചേട്ടാ. കഴിഞ്ഞില്ലേ ഇത്? ആംബുലൻസ് സൗണ്ട് ഉണ്ടാക്കടാ. അയ്യോ, ആംബുലൻസിന്റെ സൗണ്ട് ഞാൻ ഉണ്ടാക്കിയല്ല, അത് ഒറിജിനൽ ഫയർഫോഴ്സ് വന്നതാണ്. ആണ്ടേ, ഞാൻ ഒരു ഊഹം വെച്ച് പിടിച്ചാതാ വരുന്നവര്. ഹലോ, ഐ ആം ഫയർഫോഴ്സ് ഓഫീസർ വിമൽ കുമാർ. താങ്കൾ? ഞാൻ സാധാ പോലീസ് ഓഫീസർ. അതെ. ആരാണ് ഊരാക്കുടുക്കൽപ്പെട്ടിരിക്കുന്നത്? എന്റെ ഭാര്യയാണ്. ഭാര്യയാണ്? അതെ. ഭാര്യയുടെ എന്താണ് ഞാൻ ഊരാനുള്ളത്? ഭാര്യയുടെ വേറൊന്നും ഊരണ്ട, അവിടെ കൈ ഒരു മോതിരം കുടുങ്ങി അത് ഊരിയാ മതി. അത്രേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാരമല്ലേ? യഥാർത്ഥത്തിൽ ഈ മോതിരം ഊരുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഏകദേശം 235 മോതിരങ്ങൾ ഞാൻ ഊരിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ എനിക്കൊരു വിളിപ്പേര് വരെ ഉണ്ട്. ഈത്തപ്പരി വല്ലതാണോ? അയ്യോ, അതല്ല, റിംഗ് മാസ്റ്റർ വിമൽ കുമാർ. അപ്പൊ ഇതാണ് താങ്കളുടെ ഭാര്യ. മേഡം, തിരിഞ്ഞു കിടക്കൂ. അപ്പൊ മോതിരം ഊരാൻ വന്നല്ലേ? മോതിരം ഊരാൻ തന്നെ വന്നത്. തിരിഞ്ഞു കിടന്നാലേ കൈ കിട്ടൂ. കൈ കിട്ടിയാലേ മോതിരം ഊരി എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. മേഡത്തിന്റെ പേരെന്താണ്? അളകനന്ദ. അളകനന്ദ. ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അളകനന്ദേ, ഒന്ന് ഇളകനന്ദേ. നമുക്ക് മോതിരം മാറണ്ടേ? അതെ, നിങ്ങളെ മോതിരം ഇടാൻ വന്ന ചെറുക്കനും ഇത് മോതിരം ഇടാൻ നിൽക്കുന്ന പെണ്ണുമല്ല, ഇത് സാറിന്റെ ഭാര്യയാണത്. എനിക്കറിയാം സാറിന്റെ ഭാര്യയാണെന്ന്. ഞാൻ പറഞ്ഞത് മോതിരം വിരളിൽ നിന്ന് ഊരണ്ടേന്നാണ്. മനസ്സിലായോ? എന്തായാലും മോതിരം ഒരാള് വന്നല്ലേ, മനസമാധാനമായി. എനിക്ക് ഡ്യൂട്ടിക്ക് പോകല്ലേ? ഡ്യൂട്ടിക്ക് ധൈര്യമായിട്ട് വെക്കോ? പോലെ പോലെ. പിന്നെ നീ വന്നേ, അഥവാ ഞാൻ ഡ്യൂട്ടിക്ക് പോയാലുവേ നിന്റെ ഒരു കണ്ണ് അവിടെ വേണം. എന്റെ 2 കണ്ണും അവിടെ കാണും. 2 കണ്ണ് ഊരി വെച്ചാൽ നീ വീട്ടിൽ തപ്പി തടഞ്ഞു പോകും. എന്നാ ഒരു കണ്ണെടുത്ത് വിടാം. ഒരു കണ്ണ് മതി. ഞാൻ റെഡി ആവട്ടെ. കൈ തരൂ. ഈ മോതിരം ഞാൻ ഇട്ട മോതിരല്ലേ? അപ്പൊ ഇത് അഴകേ അഴകേ മനുനന വീഴും മഴയേ. അളകനന്ദ. വിമലേട്ടൻ. വിമലേട്ടൻ എന്താ ഇവിടെ? ഇത് ഞാനിട്ട മോതിരല്ലേ വർഷങ്ങൾക്ക് മുമ്പ്? സാറേ, കൺഗ്രാചുലേഷൻ. മോതിരം പെട്ടെന്ന് ഊരിയാ? മോതിരം ഊരിയല്ല, ഈ വന്നിരിക്കുന്ന ആരെന്നറിയാമോ? സാറിന്റെ ഭാര്യയുടെ പഴയ കാമുകനാ. വെരി ഗുഡ്, വെരി ഗുഡ്. പുള്ളി ഊരാൻ നിൽക്കുന്ന മോതിരം ഏതാണെന്നറിയാമോ? ഏതാണ്? പുള്ളി തന്നെ ഇട്ട മോതിരമാണ്. അതാണ് ടൈറ്റ് ആയി കിടക്കുന്നത്. വെരി ഗുഡ്, ബ്രില്യൻ, ബ്രില്യൻ. വേണ്ട, സാർ ആത്മസമീപനം പാലിക്കണം. അവന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ. ഏട്ടാ, ഇത് ചേട്ടനെ എവിടെ വെച്ചിട്ടേന്ന് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റൂ, പണിമൂല ക്ഷേത്രത്തിൽ വെച്ച്. സാറേ, സാറിന് പണിയായി. ഇനി ഒരു മൂലയിൽ ഇരിക്കാം. അയ്യോ, മൂല ഇരുത്തി കളഞ്ഞോടാ കള്ള കാമുക. എന്നാലും ഞാൻ ഏട്ടൻ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കണ്ടടാ, അവിടെ കള്ള കാമുക കൈ പിടിച്ചപ്പോ നമുക്ക് വേദനയില്ല, കരച്ചിലില്ല, പൊട്ടിക്കരച്ചിലുമില്ല. അയ്യോ, എന്റെ വിമലേ. എന്റെ വിമലേത്. വിമലേന്നോ? അയ്യോ, എന്റെ വിരലേന്ന്. കറക്റ്റ്. തെറ്റിക്കാത്ത കാര്യമാണ്. അത് ഞങ്ങളെ കുറച്ച് സമയം സെന്റിമെന്റൽ ആയി പോയി. അതാണ്. ഇങ്ങനെയാണെങ്കിൽ സാറിന് മെന്റലാവും. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പെട്ടെന്ന് ഊരാൻ നോക്ക്. പെട്ടെന്ന് ഊരാ. KSTP ഫ്യൂസ് ഒന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ വിരലിൽ കുടുങ്ങി കിടക്കുന്ന മോതിരമാണ്. അതിനൽപ്പം ക്ഷമ വേണം, സമാധാനം വേണം, സാവകാശം വേണം, അല്പം ധ്യാനം വേണം. കണ്ട അവൻ മനഃപൂർവ്വം ലാഗടിപ്പിക്കോ. അത്ര നേരം ഇവിടെ കൈ പിടിച്ചോണ്ടിരിക്കാല്ലോ. കുറച്ച് അടുത്തേക്ക് ഇരിക്കൂ. അസ്ത്രം അടുപ്പിക്കട്ട. അസ്ത്രോ? അത്ര അടുപ്പിക്കട്ടെന്ന്. അടുപ്പിക്കാതെ ഊരണം എങ്ങനെയാണ്? അപ്പൊ കയ്യെ കൊണ്ട് ഞെട്ടിക്കൊള്ളി. ഓഹോ, രാഗേണ്ടി വരും. സാറിന്റെ ഭാര്യ കളഞ്ഞിട്ട് പോകുമ്പോ സാറ് മുടിഞ്ഞു പോവും. എന്താണെന്നാ പറയണത്? സാറിന്റെ പ്രാവൻ പറഞ്ഞു. പ്രാവനല്ല, ഈ അരം വെച്ച് രാഗണമെന്നാണ് പറഞ്ഞത്. വേണ്ട, രാവണ്ട. ചില സമയങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആരും പോകാത്ത വഴിയിലൂടെ സഞ്ചരിച്ചിരിക്കുന്നു. അതെ, ഞാനിത് പല്ല് കൊണ്ട് കടിച്ച് ഊരിയെടുത്തു തരാം കേട്ടാ. കണ്ട കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് ഈ ഫയർഫോഴ്സിന് വേറെ സ്റ്റൂൾസ് ഒന്നും ഇല്ലടേ.
റൂൾസ് എന്തിന്? ചില സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പല്ലെന്നൊക്കെ ഉപയോഗിച്ച് തന്നെ രക്ഷപ്പെടുത്താനൊക്കെ ഇരിക്കും. ചിലപ്പോ അങ്ങനെ ചെയ്താൽ നിന്റെ പല്ലടിച്ചാൻ പൊടിക്കും. സാറിന് എന്തോന്ന് പകുതി വരെ ഊരി ഒന്നാണ്. ചേട്ടാ ഇതൊന്ന് ഊരി എടുക്കട്ടെ ചേട്ടാ, ഒന്ന് സമാധാനപ്പെട്. കണ്ട ഇപ്പൊ അവൾ അവന്റെ സൈഡ്, പിന്നെ അവർ കൂരട്ടെ ഊരണ്ടേ? അപ്പൊ നീ അവന്റെ സൈഡാ, അപ്പൊ ഞാൻ ഒറ്റ ഒറ്റ. ഇതിപ്പോ ഒന്നേ തുടങ്ങണം. മനസ്സിലായോ? അല്പ സമാധാനം താ സാറേ, സമാധാനം. നീ ഇവിടെ വന്ന് കയറിയപ്പം പോയതാണ് എന്റെ മനസ്സമാധാനം. ഇല്ലാത്ത ചോദിച്ചാ സ്കൂട്ടർ അറിയാൻ കയറ്റും. ഞാൻ ഉരുത്തരാം. നോക്കി, നോക്കി. അതെ. അവിടെ മുഖം കണ്ടോ, അവിടെ സന്തോഷം കണ്ടോ? ഊരിയാ ഊരി. പ്രിയമുള്ള നാട്ടുകാരെ, എന്റെ ഡിപ്പാർട്ട്മെന്റ് ജീവിതത്തിലെ 236ാമത്തെ മോതിരം ഞാനിതാ ഊരിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ 236 കുടുംബം തൊലച്ചി. സാറേ, ഇങ്ങടുത്തെ എടാ, ഈ നശിച്ച മോതിരമാണ് എന്റെ മനസമാധാനം അത്രയും കെടുത്തിയത്. അതെ, അതെ. ഇനി ഈ മോതിരം ഇവിടെ വേണ്ട. വലിച്ചെറി. എറിഞ്ഞ് ഞാൻ ആന്ധ്രയെ കളയും. അല്ല വേണ്ട, കഴിഞ്ഞിട്ട് പോണ വഴിക്ക് നീ തന്നെ കൊണ്ടുകളാ. മനസ്സിലായോ? മുള്ളിനെ മുള്ളുകൊണ്ടാ ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മോതിരം വിട്ട കഥ ഇവിടെ വെച്ച് മറന്നേക്കണം. നീയും. സാറേ, ഇതൊന്നും ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല. അന്നത്തെ അറിവില്ലാത്ത പ്രായത്തിൽ പക്വതക്കുറവ് കാരണം അറിയാതെ പറ്റിപ്പോയതാണ്. അയ്യോ, പക്വതയില്ലാത്ത സമയത്ത് പറ്റിയെന്ന്. അറിയാതെ പറ്റിയാണ് സാർ. ഞാൻ ഇമോഷണലുമായി. അത് കുഴപ്പമില്ല. അല്ല, എന്നാലും ആ സമയത്ത് ഇത് എങ്ങനെ പറ്റിയടേ? അതായത് അന്ന് നമ്മളെ ഇവരുടെ ഈ വിരലിലാണ് മോതിരിടാൻ ഉദ്ദേശിച്ചത്. അതെ. പക്ഷെ അത് വിരൽ മാറിപ്പോയി. മോതിരാണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇപ്പൊ പ്രയാസപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഏത് നിമിഷം വേണമെങ്കിലും ഈ മോതിരം ഇങ്ങനെ ഊരി ഊരാൻ പറ്റണില്ല. ഊരാൻ പറ്റില്ലേ? വീണ്ടും കുടിക്കുക. അയ്യോ, വീണ്ടും കുടിക്കുന്നു. കയ്യിൽ വന്ന വയ്യാവലെ വീണ്ടും കൊണ്ട് കൈ കൊടുത്തല്ലേ അനുഭവീരി. ഫോൺ വരുന്നടാ. അയ്യോ, അതെ എസ് ഐ വിളിക്കുന്നു. ഡ്യൂട്ടിക്ക് വിളിക്കുന്നു. എടാ, ഇനിയിപ്പോ ഞാൻ എന്താ ഇവിടെ? സാറ് ധൈര്യമായിട്ട് ഡ്യൂട്ടിക്ക് വെക്കോ. ഈ കേസ് വീണ്ടും ഞാൻ ഏറ്റു. അയ്യാ